പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ നമുക്ക് ദൈവം അനുവദിച്ച ഒരു ദിവസത്തിനായി നന്ദി പറയുന്നു. സെലസ്റ്റിയൽ ഹാർപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും ഒരു നോമ്പ് കാലം കർത്താവ് തന്നു. ഈ നോമ്പിൽ വിശുദ്ധിയോടും വെടിപ്പോടും കൂടി കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നോമ്പിൽ നാം ഭക്ഷണം വെടിയുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിത വിശുദ്ധിയും കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കാനും ശ്രദ്ധിക്കണം. എന്നും ഒരു 5 മിനിറ്റെങ്കിലും നാം ക്രൂശിനെ ധ്യാനിക്കണം. ക്രൂശിൻ്റെ ചുവട്ടിൽ യേശുവിനോടുകൂടി ഇരിക്കണം. സഹനങ്ങൾ, നൊമ്പരങ്ങൾ എല്ലാം ക്രൂശിനോട് ചേർത്ത് വയ്ക്കണം. അപ്പോൾ ക്രൂശിൻ്റെ മഹത്വം നമ്മളിലേക്ക് അനുഭവമാകും. ഇന്ന് സഭയായി നല്ല ഇടയനായ യേശുവിനെ ചിന്തിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 11-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയൻ ആകുന്നു. 14-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയൻ, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. I am the good shepherd, and I know my own, and my own know me. ഇടയന്മാരെക്കുറിച്ചുള്ള ചിന്തകൾ വിശുദ്ധ ബൈബിളിൻ്റെ തുടക്കം മുതലുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും നിർമ്മലനായിരുന്ന ഹാബേൽ എന്ന മനുഷ്യൻ ഇടയനായിരുന്നു. യാക്കോബും ഇടയനായിരുന്നു. ഹോറേബിൻ്റെ മലഞ്ചരിവുകളിൽ ഇടയനായിരുന്നപ്പോഴാണ് മോശയെ ദൈവം വിളിക്കുന്നത്. പ്രവാചക ഗണത്തിലെ സിംഹമായിരുന്നു ആമോസ്. തെക്കോവയിലെ ഇടയനായിരുന്നു ആമോസ് പ്രവാചകൻ. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ദാവീദും ഇടയനായിരുന്നു. ഭൂമിയിലെ ഈ ഇടയന്മാരൊക്കെ മഹാ ഇടയനായ യേശുവിൻ്റെ നിഴലാണ് എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. 4 വിശേഷണങ്ങളാണ് നല്ല ഇടയന് സുവിശേഷത്തിൽ യേശു പറയുന്നത്. ഒന്നാമതായി, അവൻ നല്ല ഇടയനായത് ആട്ടിൻപറ്റത്തിന് മുൻപേ നടന്നവനായതുകൊണ്ടാണ്. ഇടയൻ ആടുകളുടെ മുൻപേ നടക്കുന്നവനാണ്. വഴിയിലെ അപകടങ്ങളെക്കുറിച്ചും പതിയിരിക്കുന്ന കെണികളെക്കുറിച്ചും അവന് വ്യക്തമായ ധാരണയുണ്ട്. നല്ല മേച്ചിൽപ്പുറങ്ങളും നല്ല വെള്ളവും കിട്ടുന്നത് എവിടെയെന്ന് മുൻപേ പോകുന്ന ഇടയന് അറിയാം. ആ യേശുവാണ് നമ്മളുടെ നല്ല ഇടയൻ. രണ്ടാമതായി, അവൻ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ്. നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. എന്താണ് ഈ പേര് ചൊല്ലി വിളിക്കുന്നതിൻ്റെ അർത്ഥം? ആടുകളോട് ഇടയനുള്ള ആത്മബന്ധത്തിൻ്റെ തെളിവാണ്. ഓരോ ആടിനും അവൻ്റെ മനസ്സിലൊരു പേരുണ്ട്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. പേര് ചൊല്ലി ഓരോ ആടിനെയും വ്യക്തിപരമായി അറിയാൻ തക്കവിധം അവയോട് ആത്മബന്ധം സ്ഥാപിച്ചവനായിരുന്നു നമ്മുടെ യേശു കർത്താവ്. പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനായ യേശുവിന് നമ്മിൽ ഒരധികാരവുമുണ്ട്. മൂന്നാമതായി, ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന ഇടയനാണ് യേശു. ചിതറിക്കിടന്നിടത്തു നിന്ന് തൻ്റെ ആടുകളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് യേശു യാഗമായി തീർന്നത്. നാലാമതായി, അവൻ ആടുകളുടെ വാതിലാണ്. അവൻ ആട്ടിൻകൂട്ടത്തിൻ്റെ വാതിലാകുന്നു. വാതിലെന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധ്യത നമ്മൾക്കവിടെ കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലനും പറയുന്നു, ത്രോവാസിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. യേശുവാകുന്ന വാതിലിനെ നാം തിരിച്ചറിയണം. നമുക്ക് മുൻപേ നടക്കുന്ന ആ നല്ല ഇടയനെ നാം തിരിച്ചറിയണം. പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹത്തെ നാം തിരിച്ചറിയണം. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ആ സ്നേഹമയനായ നല്ല ഇടയനെ നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവുകളാണ് നമ്മെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക്, വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മെ നടത്തുന്നത്. ആഴമായ സ്നേഹത്തിലേക്ക് നാം ആയിത്തീരുന്നതും ഈ തിരിച്ചറിവാണ്. കർത്താവ് പറയുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല.
ഈ നല്ല ഇടയനോട് ചേർന്ന് നല്ലൊരു നോമ്പ് കാലവും ഉയർപ്പിൻ്റെ സന്തോഷവും അനുഭവിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാൽ, ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാൽ, തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല, കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല, കരുതുന്ന സ്നേഹപിതാവാണവൻ. കരുതുന്ന സ്നേഹപിതാവാണവൻ.